യുദ്ധത്തിൽ യുദ്ധക്കുറ്റവാളികളോടും മനുഷ്യരോടും ഏറ്റവും ഹീനമായി പെരുമാറിയതിന്, ഏറ്റവും നികൃഷ്ടമായി പെരുമാറിയതിന് കരിമ്പട്ടികയിൽപ്പെടുത്തി ഇസ്രയേലിനെ. ആ കരിമ്പട്ടികയിൽപ്പെടുത്തിയതിന് വളരെ പ്രതിഷേധവും മറ്റുള്ളതുമൊക്കെ ഇസ്രയേൽ പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പോഴും കരിമ്പട്ടികയിലാണ്. ഞാനതല്ല പറയാൻ വന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം എന്തായിരുന്നു അറിയോ? ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇന്ത്യക്കാരാണ്, അവരേത് ഘട്ടത്തിലും എന്നോടൊപ്പമുണ്ട് എന്ന് വെച്ചാൽ, യുദ്ധക്കുറ്റവാളിയായി ഈ ലോക കോടതി വിധിച്ചപ്പോഴും ഇതുപോലെ ഏറ്റവും ഹീനമായ പ്രവൃത്തി ചെയ്തതിന് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും എൻ്റെ കൂടെ ഇന്ത്യക്കാരെല്ലാവരും ഉണ്ട്, അവരുടെ ചങ്ക് ബ്രോ ആണ് ഞാനെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ പഴയ ഇന്ത്യ ആണെങ്കിൽ അങ്ങനെ ഈ രാജ്യത്തെ അപമാനിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ പ്രതികരണം പുറത്തുവിട്ടേനെ. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ ഇന്ത്യ വേറൊരു ഇന്ത്യയല്ലേ. ഞാനത് പറയാനല്ല വന്നത്. ഈ സന്ദർഭത്തിൽ ആണൊരുത്തൻ അങ്ങ് ന്യൂയോർക്കിൽ ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അവൻ്റെ പേരാണ് സൊഹ്റാൻ മംദാനി. സൊഹ്റാൻ മംദാനി ഇസ്രയേൽ ദിനാചരണത്തിൽ നിന്ന് വിട്ടുനിന്നു. 60 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ന്യൂയോർക്ക് മേയർ ഇസ്രയേൽ ദിനാചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇസ്രയേൽ ദിനാചരണത്തിൽ ന്യൂയോർക്ക് മേയറൊക്കെ വലിയ ചാമ്പ്യനായി പങ്കെടുത്ത് അതിൻ്റെ മുന്നിൽ നിന്ന് ആ രാജ്യം ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ഗീർവാണം അടിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ അടിക്കാൻ നിൽക്കുന്നില്ലെന്ന് മാത്രമല്ല, പരസ്യമായി ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവൃത്തികളോടുള്ള വിയോജിപ്പെന്നവണ്ണം പങ്കെടുക്കില്ലെന്ന് പരസ്യമായി പത്രസമ്മേളനത്തിൽ അറിയിച്ച ശേഷമാണ് സൊഹ്റാൻ മംദാനി ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്, ആ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. അങ്ങനെ പങ്കെടുക്കാതിരിക്കാനുള്ള ആർജവം തനിക്കുണ്ടെന്ന് എല്ലാ മനുഷ്യരുടെയും വോട്ട് നേടി ജയിച്ച ഒരു ജനപ്രതിനിധി പ്രഖ്യാപിക്കണമെങ്കിൽ എത്രമേൽ കരുത്തുണ്ടാവണം അവൻ്റെ മനസ്സിന്. സ്വന്തം ഐഡൻറ്റിറ്റി മറച്ചു വെക്കാതെ, സ്വന്തം ഐഡൻറ്റിറ്റി കൃത്രിമമാക്കാതെ, തൻ്റെ സ്വത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരസ്യമായി പള്ളികളിൽ പോകുന്നതിനോടൊപ്പം മറ്റിതര മനുഷ്യരോടും ചേർന്ന് നിന്ന് തൻ്റെ നിലപാടുകൾ അൺകോംപ്രമൈസ്ഡായി സ്വീകരിക്കുന്ന സൊഹ്റാൻ മംദാനിയുടെ വാർത്ത എല്ലാ മാധ്യമങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഒരേ ഒരു മനുഷ്യനാണ് അയാൾ, ഒറ്റ മനുഷ്യൻ. പക്ഷേ അയാളുടെ ഒരു പരിമിതി ഒന്നേ ഉള്ളൂ. അയാൾക്ക് അവിടെ ജനിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പേരൻസ് അമേരിക്കക്കാരല്ലാത്തത് കൊണ്ട് അയാൾക്ക് അവിടെ ഇനി പ്രസിഡൻ്റായോ മറ്റോ ഒന്നും മത്സരിക്കാനാവില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപക്ഷെ അയാളെപ്പോലുള്ള ഒരു മനുഷ്യനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തെത്തിയിരുന്നെങ്കിൽ ചില നിലപാടുകളുടെ ഒരു മിന്നലാട്ടം നമുക്ക് കാണാമായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് തിരഞ്ഞെടുപ്പ് വേളയിൽ ഇങ്ങനെ പറയാൻ ധൈര്യവും ചങ്കൂറ്റവും ഒക്കെ ഉണ്ടോ, അങ്ങനെ പറഞ്ഞാൽ ന്യൂയോർക്കിൽ ജയിക്കുമോ എന്ന് സന്ദേഹിച്ചവരുടെ മുന്നിലാണ് ജയിച്ചത്. അപ്പോഴും ആളുകൾ വിചാരിച്ചത് ജയിച്ചു കഴിഞ്ഞാൽ ഇവനെല്ലാം കോംപ്രമൈസ്ഡ് ആവും. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്ന രീതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാകുമെന്നാണ് വിചാരിച്ചതെങ്കിൽ ആ മത്സരിച്ചപ്പോൾ എന്തു പറഞ്ഞോ ആ നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെയാണ് സൊഹ്റാൻ മംദാനി തൻ്റെ നിലപാട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക്.